ചിലർക്ക് പെണ്ണൊരു ചിത്രമായിരുന്നു, എളുപ്പത്തിൽ വരച്ചിടാവുന്ന വില കുറഞ്ഞ ചിത്രം. ചിലർക്ക് പെണ്ണൊരു കവിതയായിരുന്നു, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ എളുപ്പമുള്ള കവിത. ചിലർക്ക് പെണ്ണൊരു കഥയായിരുന്നു, കണ്ണുനീരിൽ അക്ഷരങ്ങൾ മുക്കിയെടുത്ത് കയ്യടി വാങ്ങിച്ച കഥ. ചിലർക്ക് പെണ്ണൊരു ഉൽപ്പന്നമായിരുന്നു, ഏറ്റവും എളുപ്പം ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന വില കുറഞ്ഞ ചരക്ക്. പക്ഷേ പെണ്ണൊരു പ്രതീകമായിരുന്നു, ഉറവ പറ്റാത്ത ഉദാത്തമായ വികാരങ്ങളുടെ കരുത്തുറ്റ പ്രതീകം. ആദ്യ പകുതി അച്ഛനമ്മയ്ക്കും, പിന്നെയിൽ പകുതി കെട്ടിയവനും, പിന്നെ മക്കൾക്കും, അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ പകുത്തു നൽകിയവൾ, അവളാണ് സ്ത്രീ. കണ്ണു നിറയിച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കണം, അതോർത്ത് വീണ്ടും കരയാനല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലാക്കാത്തവരുടെ മുൻപിൽ ഒരിക്കലും ദുഃഖമെന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്ക് ഉണ്ടാവൂ. ചില മുറുക്കിപ്പിടിക്കലുകൾ ചിലർക്ക് കൊടുക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അത് പിന്നീട് മാറ്റിവെക്കരുത്. സമയം വൈകുന്തോറും വീര്യം കുറയും, അത് നല്ലതായാലും ചീത്തയായാലും. നമ്മളിൽ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ്, ഒരിക്കൽ എല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിന്റെ പ്രതിരൂപമാകണം നിങ്ങൾ. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക, നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക, നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾക്ക് എന്തു നൽകുന്നു അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. ആത്മവിശ്വാസത്തോടെ യാത്ര തുടരുക, എല്ലാം കൃത്യമായി സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. രണ്ടു തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ നേരിടുന്നു. ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവയാണ്, മറ്റൊന്ന് നമ്മളെ എന്നേക്കുമായി മാറ്റാൻ കഴിയുന്നവയുമാണ്. നിങ്ങളുടെ ബലഹീനതകളല്ല, നിങ്ങളുടെ ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ പ്രസക്തിയിലല്ല, നിങ്ങളുടെ സ്വഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ നിർഭാഗ്യത്തിലല്ല, നിങ്ങളുടെ അനുഗ്രഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തീവ്രമായ സ്നേഹത്തിന്റെ ഇടങ്ങളിൽ മാത്രമേ മുറിവുണ്ടാവൂ, അത്രമേൽ വേരുകൾ ആഴ്ന്നിറങ്ങിയതിനാലാണത്. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്, തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. എല്ലാത്തിനും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. സങ്കടത്തെ അത് ഇന്നത്തെ പ്രശ്നമല്ല, അത് ഇന്നലെയുടേതായിരുന്നു, അത് നാളത്തെ നാശമാവരുത്. മിക്ക സ്ത്രീകളും തന്റെ പുരുഷന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അയാൾ പൂർണ്ണമായും മാറിക്കഴിയുമ്പോൾ അവർക്ക് അയാളെ ഉൾക്കൊള്ളാനുമാകില്ല. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താല്പര്യം നന്നേ കുറവാണ്. സുന്ദരമായ ശരീരമുള്ള സ്ത്രീ ഒരു രാത്രിക്ക് നല്ലതാണ്, എന്നാൽ സുന്ദരമായ ഹൃദയമുള്ള സ്ത്രീ ജീവിതകാലം മുഴുവൻ നമുക്ക് നല്ലത് ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള സൗഹൃദം പലപ്പോഴും സംശയത്തോടെയും ശത്രുതയോടെയും വീക്ഷിക്കപ്പെടുന്നു. ആരെങ്കിലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുമായുള്ള സംഭാഷണത്തിനിടയിൽ പതിവിലും കൂടുതൽ അവരുടെ കണ്ണുകൾ ചിമ്മാൻ തുടങ്ങും. നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ലതോ ചീത്തയോ ആകട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടാകും. അതാണ് ജീവിതം. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ണാടി നോക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ മുന്നിൽ എപ്പോഴും സന്തോഷവാനായിരിക്കുക. അത് അവരെ കൊല്ലുന്നതിന് സമമാണ് അവർക്ക് അനുഭവപ്പെടുക. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി പത്രമാണ് നമ്മൾ ഓരോരുത്തരും. മൃദുല ഹൃദയനായ ഒരാളെ വേദനിപ്പിക്കരുത്. അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. ഒരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ കരയുമ്പോൾ അതിനർത്ഥം അവൻ അസ്വസ്ഥനാണെന്ന് മാത്രമല്ല, അവന്റെ വികാരങ്ങൾ നിങ്ങളുമായി പങ്കിടേണ്ടതിന്റെ ആവശ്യകത അവനും അനുഭവപ്പെടുന്നു എന്നാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു അഭ്യാസം
ആരെയും നിങ്ങൾക്ക് നിർബന്ധിച്ച് പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ ആ അഭ്യാസം അവർ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അവരെ നിർബന്ധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ആ അഭ്യാസം അവർക്ക് ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്യുന്നില്ല. ആളുകൾ എപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ അവർക്കുണ്ടായ വികാരത്തോടുകൂടി നമ്മളോട് പറയണമെന്നില്ല. പക്ഷേ അവർ അവരുടെ ഭാവങ്ങളിലൂടെ നിങ്ങളെ കാണിക്കും. അവരുടെ ഭാവങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ബുദ്ധിയുടെ യഥാർത്ഥ ലക്ഷണം അറിവല്ല, ഭാവനയാണ്. എല്ലാ തെറ്റുകൾക്കും കാരണം ഞാൻ മാത്രമാണ്. ചിലരെ പറ്റിക്കാതിരിക്കാനും ചതിക്കാതിരിക്കാനും വേണ്ടി ഞാൻ ശ്രമിച്ചു. അവസാനം എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദി ഞാനായി. ജീവിതത്തിൽ ആരോടെങ്കിലും ആത്മാർത്ഥമായി പെരുമാറിയാൽ അവിടെ നമ്മൾ തോൽക്കും. നന്മയുടെ മുഖമുടിയില്ലാതെ ആർക്കും ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. എവിടെ നമ്മൾ ആത്മാർത്ഥത കാണിച്ചുവോ അവിടെ നമ്മൾക്ക് വേദന മാത്രം ആയിരിക്കും ബാക്കി. നമ്മെ വേണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ വെറുതെ വിടുക. പരിഭവിച്ച് പുറകെ ചെന്ന് സ്നേഹം വാങ്ങാൻ നോക്കരുത്. തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നതല്ല സ്നേഹം, താനെ തോന്നുന്നതാവണം. എല്ലാവരും ഒരു പ്രതിഭയാണ്. എന്നാൽ മത്സ്യത്തിനെ മരത്തിൽ കയറാനുള്ള കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അത് മണ്ടത്തരമാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം നേടിയിട്ടുള്ള ഒരാളേക്കാൾ ശക്തനാണ്. യാഥാർത്ഥ്യം എല്ലായ്പ്പോഴും ജനപ്രിയമല്ല. ജനപ്രിയമായത് എല്ലായ്പ്പോഴും ശരിയുമല്ല. പ്രതിഭയും മണ്ടത്തരവും തമ്മിലുള്ള വ്യത്യാസം പ്രതിഭയ്ക്ക് അതിൻ്റെതായ പരിധികളുണ്ട് എന്നതാണ്. സ്കൂളിൽ പഠിച്ചത് മറന്നു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് എന്താണോ അതാണ് വിദ്യാഭ്യാസം. ദുർബലരായ ആളുകൾ പ്രതികാരം ചെയ്യുന്നു. ശക്തരായ ആളുകൾ ക്ഷമിക്കുന്നു. ബുദ്ധിയുള്ള ആളുകൾ അവഗണിക്കുന്നു. വളരെയധികം വായിക്കുകയും തലച്ചോറ് വളരെ കുറച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അലസമായ ചിന്താശീലത്തിന് ഉടമയാകുന്നു. മനോഭാവത്തിന്റെ ബലഹീനത സ്വഭാവത്തിന്റെ ബലഹീനതയായി മാറുന്നു. അറിവിന്റെ ഏക ഉറവിടം അനുഭവമാണ്. എല്ലാ മതങ്ങളും കലകളും ശാസ്ത്രങ്ങളും ഒരേ മരത്തിന്റെ ശാഖകളാണ്. ബലപ്രയോഗത്തിലൂടെ സമാധാനം നിലനിർത്താനാവില്ല. മനസ്സിലാക്കിയാൽ മാത്രമേ അത് നേടാനാകൂ. നമ്മുടെ ആവശ്യങ്ങൾക്ക് തടസ്സം നിന്നവരോട് നമ്മൾ നന്ദിയുള്ളവരാകണം. കാരണം അതുകൊണ്ടാണ് നമ്മൾ സ്വയം ചെയ്യാൻ തുടങ്ങിയത്. ഭാവനയാണ് എല്ലാം. അത് ജീവിതത്തിലെ വരാനിരിക്കുന്ന ആകർഷണങ്ങളുടെ തിരനോട്ടമാണ്. ഭാവന അറിവിനേക്കാൾ പ്രധാനമാണ്. അറിവ് പരിമിതമാണ്. അതേസമയം ഭാവന ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു. പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. പരിണാമത്തിന് ജന്മം നൽകുന്നു. പുരുഷൻ വിജയവും ലൈംഗികതയും ആഗ്രഹിക്കുന്നു. സ്ത്രീക്ക് എല്ലാം വേണം. നിങ്ങൾ പഠിക്കുന്നത് നിർത്തിയാൽ നിങ്ങൾ മരിക്കാൻ തുടങ്ങും. ജീവിതത്തിലെ ഓരോ നിമിഷവും പുതിയ പുതിയ പഠനങ്ങളാണ്. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കാണാൻ വരുന്ന 100 ആളുകളെക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ വിഷമം കേൾക്കുന്ന ഒരാൾക്ക്. നമ്മുടെ ജീവിതത്തിൽ ആരാണ് നമ്മുടെ കൂടെ എന്നും വേണമെന്ന് ആഗ്രഹിക്കുന്നത്? ചിലപ്പോൾ അവരായിരിക്കും ജീവിതത്തിൽ നിന്ന് ആദ്യം പോകുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്താൻ 10 പേര് കാണും, പുച്ഛിക്കാൻ 100 പേര് കാണും. പക്ഷേ ജയിക്കണമെന്ന് നമ്മൾ ഒറ്റൊരാൾ വിചാരിച്ചാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ വേദനിച്ചാലും ചിലർ പിന്നെയും സ്നേഹിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടല്ല, വെറുക്കാൻ സാധിക്കാത്തതുകൊണ്ടാകാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും അല്പം അകൽച്ച നല്ലതാണ്. ആരെയും വേദനിപ്പിക്കാനല്ല, സ്വയം വേദനിക്കാതിരിക്കാനാണ്. നമ്മുടെ ഉള്ളിൽ ഒരു തിരയുണ്ട്, ആർക്കും അറിയാത്ത ആർത്തിരുമ്പുന്ന വേദനയുടെ തിര. അത് ഒരിക്കലും നമ്മൾ ശത്രുക്കളുടെ മുന്നിൽ തുറന്നു കാട്ടരുത്.